കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ടായ ഈ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധ പരിപാടികൾക്കാണ് തീരുമാനം. എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രതിഷേധ പ്രകടനം നടത്താൻ KPCC ആഹ്വാനം ചെയ്തു. അപ്രതീക്ഷിത പ്രതിഷേധങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ആരോഗ്യമന്ത്രിയുടെ വസതിക്കും ഓഫീസിനും കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘന, ഈ കോട്ടയത്തെ സംഭവം നടക്കുന്നതിന് മുമ്പേ തന്നെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം നടക്കുന്നൊരു ഘട്ടമായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ വീഴ്ച, നിരുത്തരവാദപരമായ മന്ത്രിമാരുടെ പ്രതികരണമൊക്കെ വരുന്നത്. മന്ത്രി രാജിവെക്കണം, ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തിന് മൂർച്ചയേറുകയാണ്, ശക്തി കൂടുകയാണ്. ഇന്നത്തെ പ്രതിഷേധ പരിപാടികൾ, പ്രതിപക്ഷം ആലോചിക്കുന്ന നീക്കങ്ങൾ. മേഘന. സ്മിത, ഇന്നും പ്രതിഷേധം കടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഈ ആരോഗ്യ വകുപ്പിനെതിരെയും ഈ പൊതുജനാരോഗ്യ മേഖല കുത്തഴിഞ്ഞെന്ന രീതിയിലുള്ള ഒരു പ്രചരണമടക്കം നടക്കുന്നതും തുടങ്ങുന്നതും ഈ തലസ്ഥാനത്ത് നിന്ന് തന്നെയാണ്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഹാരിസ് ഹസന്റെ ഒരു പ്രസ്താവന, അതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതിപക്ഷവും KPCCയും ഒരു പ്രത്യക്ഷ പ്രക്ഷോഭത്തിനടക്കം ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് പിന്നീടാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്നും പ്രതിഷേധം കടുക്കും. അതിന് ഒരു പഞ്ചായത്ത് തലത്തിലടക്കം മണ്ഡലം തലത്തിലടക്കം ഒരു പ്രതിഷേധ പരിപാടിക്കാണ് ഇപ്പോൾ KPCC ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ അടക്കം കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു പ്രതിഷേധ പരമ്പര അല്ലെങ്കിൽ ഒരു മാരത്തോൺ പ്രതിഷേധം തന്നെയാണ്. അത് വീണ ജോർജിന്റെ ഓഫീസാണെങ്കിലും അല്ലെങ്കിൽ തൈക്കാടെ വീണ ജോർജിന്റെ വീട്, അതുപോലെ തന്നെ അത്തരത്തിൽ ഈ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെയടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അത് KSU ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് ലീഗും അതുപോലെ തന്നെ BJP ഒരു പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തുന്നു. അതിൽ പ്രധാനമായും ആരോപിക്കുന്നത് ഈ ആരോഗ്യമന്ത്രി രാജിവെക്കണം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണവും നടത്താതെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത്, അതായത് ആ കെട്ടിടത്തിനുള്ളിൽ ആരുമില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആരോഗ്യമന്ത്രിയും VN വാസവനടക്കം പറയുന്നു. അത് വലിയ തരത്തിൽ തെറ്റിദ്ധാരണ പരത്തി, രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പെരുമാറ്റം നടത്തിയത് കൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നത്, ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ രാജിവെക്കാതെ ഈ സമരം അവസാനിപ്പിക്കില്ലെന്നും ഈ പ്രതിപക്ഷ സംഘടനകൾ പറയുന്നുണ്ട്. അങ്ങനെ ഇന്ന് പ്രത്യക്ഷത്തിൽ പ്രഖ്യാപിച്ച സമരം എന്ന് പറയുന്നത് 10:30 ഈ വീണ ജോർജിന്റെ ഓഫീസിലേക്ക് BJP മാർച്ചാണ്. പക്ഷേ KSU, യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും അടക്കം ഒരു മാർച്ചുമായും പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നുള്ളതാണ്. അതിൽ ഇന്നലെ ഈ സെക്രട്ടേറിയറ്റിലെ വീണ ജോർജിന്റെ ഓഫീസ്, അതുപോലെ തന്നെ തൈക്കാടെ വീട് എന്നിവിടങ്ങളിലേക്കായിരുന്നു കൂടുതലും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നത്. കൂടാതെ ഇന്ന് വീണ ജോർജ് ജില്ലയിലുണ്ട്. അതുപോലെ തന്നെ VN വാസവൻ ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണും, വിശദീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മന്ത്രിമാരടക്കം ജില്ലയിലുള്ള സാഹചര്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് സാഹചര്യം. അതുപോലെ തന്നെ എല്ലാ സംസ്ഥാന വ്യാപകമായി തന്നെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ ഒരു പ്രതിഷേധം കടുപ്പിക്കാൻ, അത് പൊതുജനാരോഗ്യ മേഖല, ആരോഗ്യ വകുപ്പ് കുത്തഴിഞ്ഞു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷം മുന്നോട്ട് വരുന്നത്. അത് ഈ ഹാരിസ് ഹസന്റെ ഒരു പ്രസ്താവന തൊട്ട് തുടങ്ങിയ പ്രതിഷേധമാണ്. അത് ഇന്നും തുടരുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം അറിയിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വശത്ത് ഇന്ന് സംസ്ഥാന വ്യാപകമായി KSU ബന്ദ് ഉണ്ട്. അത് ഈ വിഷയത്തിലല്ല, മറിച്ച് ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് KSU ബന്ദ് ഉണ്ട്. അങ്ങനെ പലതരത്തിലും പ്രതിപക്ഷം പല വിഷയങ്ങളിലും പ്രക്ഷോഭം കടുപ്പിക്കാൻ തന്നെയാണ് തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മന്ത്രിമാരടക്കം ജില്ലയിലുള്ള സാഹചര്യത്തിൽ ഈ ഒരു തലസ്ഥാനത്തും പ്രതിഷേധം കടുക്കും. വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇന്ന് തലസ്ഥാനം സാക്ഷിയാവുക. വലിയ രീതിയിൽ ഇപ്പോൾ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തെ തുടർന്ന് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അത് തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം.